परमेश्वर के पवित्र नाम की महिमा हो। ഇവിടെയുള്ള വിശ്വാസത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിങ്ങളുടെ മുമ്പാകെ തിരുവചനവുമായിട്ട് നിൽപ്പാനും ദൈവത്തിനാക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. और यहाँ के परमेश्वर का लोगों को मिलने के लिए और आप लोगों का सामने परमेश्वर का वचन लेकर खड़ा होने के लिए प्रभु ने सहायता की. ബോധിപ്പാടിലുള്ള വിശ്വാസികളെ കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കഴിയുന്ന ആളുകളിൽ ഇടയായിട്ടുണ്ട്. और बोबीपाड़ा का विश्वासियों के बारे में सुनने के लिए और प्रार्थना में हमें याद करने के लिए गया काफी समय से हमें अवसर मिलते हैं. പ്രിയ ദൈവത്തിന്റെ കർത്താവിന്റെ ദാസൻ ഷാജി ബ്രദർ ഈ സ്ഥലസഭയെ ഓർത്ത് പറയാറുണ്ട്, ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഓർപ്പിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. और शाजी भाई यहाँ का मंडली के बारे में, यहाँ का सेवकाई के बारे में कई बार हमसे बात करते हैं और इसलिए हम इसको प्रार्थना में याद करते रहते हैं. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്നെ മുന്നേ കണ്ടു കാണാനുള്ള സാധ്യതയുണ്ട്. और शायद आप लोग पहले मुझे देखा होगा. പല സന്ദർഭങ്ങളിൽ ഡാമനിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. और कई बार मैंने दमन में आने को प्रभु सहायता किया है. ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്നെ കാണുവാൻ സാധ്യതയുണ്ട്. और उस समय में आप लोग वहां आया है तो जरूर मुझे देखा भी होगा. എന്നാൽ ഇന്ന് നിങ്ങളെയൊക്കെ വീണ്ടും കാണുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. और आज फिर से आप लोगों से मिलने के लिए प्रभु ने अवसर दिया, इसके लिए मैं प्रभु को धन्यवाद देता हूँ. ഇന്ന് നിങ്ങളുടെ മധ്യേ ആയിരുന്നുകൊണ്ട് അല്പ ചില ആലോചനകൾ ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം सावकाशम നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. और आज आप लोगों के बीच में रहकर परमेश्वर के वचन से थोड़ा सा कुछ बातों को शेयर करने को प्रभु अवसर दिया. ഞാൻ ഇവിടെ കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ 2-3 ചിന്തകൾ ഇങ്ങനെ കടന്നു വരുവാൻ ഇടയായി ഇവിടെ സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ച്. और जब मैं यहाँ आ रहा था मेरा हृदय में 2-3 बात ऐसे विचार ऐसे चल रहा था यहाँ से यहाँ आके आप लोगों से बात करने के लिए. ഞാൻ തീരുമാനമെടുത്തുകൊണ്ട് വന്ന വിഷയം ഇവിടെ വന്നപ്പോൾ എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ കർത്താവിന്റെ ആത്മാവ് അത് സംസാരിക്കേണ്ട വേറൊരു വിഷയമാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നൽകിയിരിക്കുന്നത്. और मैंने एक जो विषय यहाँ बताने के लिए तैयार करके आया था, लेकिन यहाँ आने के बाद पवित्र आत्मा ने मुझे प्रेरणा दिया कि वो नहीं बताइए, दूसरे विषय बताए. അപ്പോൾ ആ ഒരു വിഷയം നിങ്ങളുടെ മുമ്പാകെ അല്പസമയം സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. और उस बातों के बारे में आपसे कुछ बातें कहना चाहता हूँ. നാമൊക്കെ ദൈവമക്കളാണ്, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. और हम सब परमेश्वर के संतान है और प्रभु यीशु मसीह के लहू के द्वारा छुटकारा पाया. ഇവിടെ ഇരിക്കുന്ന മിക്കവരും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചവരുമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. और यहाँ पर बैठे हुए लोगों में से ज्यादातर लोग प्रभु यीशु मसीह को उद्धारकर्ता के रूप में ग्रहण किया हुआ लोग है और बपतिस्मा के द्वारा प्रभु का गवाही भी दिया हुआ लोग है, ऐसा मैं समझता हूँ. നമ്മെ വിളിച്ച് വേർതിരിച്ചതിന് കർത്താവിന് ഉദ്ദേശമുണ്ട്. और प्रभु ने जो हमें बुलाकर अलग किया उसका पीछे परमेश्वर को एक उद्देश्य है. നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് സ്നാനപ്പെട്ടതുകൊണ്ട് തീർച്ചയായിട്ടും നാം മരണപ്പെടുകയോ കർത്താവ് വരികയോ ചെയ്താൽ നാം തീർച്ചയായിട്ടും കർത്താവിന്റെ സന്നിധിയിൽ കാണുമെന്നുള്ള പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. हम उद्धार पाया है, हम बपतिस्मा पाया हुआ लोग है, इसलिए जरूर सच ये है कि हम मर जाए या प्रभु आए तो भी हम जरूर हम स्वर्ग में प्रभु के साथ होगा, ये आशा हमारा हृदय में है. അതൊരു വലിയ ധന്യമായിരിക്കുന്ന ആശയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. और वो जो आशा है सबसे धन्य एक आशा है. നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷ പ്രാപിച്ച് സ്വർഗത്തിലേക്കുള്ള ആ പ്രവേശനം നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. और नरक से छुटकारा पाकर अनंत जीवन का भागी होने के लिए परमेश्वर ने हमारा जीवन में जो दया दिखाया, ये सबसे धन्य एक अवस्था है. എന്നാൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മെ വിളിച്ചു വേർതിരിച്ചു നാം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ദൈവ പൈതലായിട്ട് ഈ ഭൂമിയിലായിരിക്കുന്നു. അതിനേക്കാൾ ഒരു പടി കൂടെ കടന്ന് കർത്താവിന്റെ കാൽച്ചുവടുകളെ പിന്തുടർന്ന് ആ മാതൃക
നാം അംഗീകരിച്ച് ജീവിക്കണമെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. और हम प्रभु हमारे बारे में ये चाहते हैं कि हम उद्धार पाया, बपतिस्मा पाया, लेकिन हम उससे भी बढ़कर एक और आगे कदम बढ़ाकर प्रभु की पद चिन्हों पर चलने वाला बनना है. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം നമ്മുടെ ഉള്ളിൽ അനുഭവമാക്കേണ്ടുന്ന കാര്യമുണ്ട്. और प्रभु यीशु मसीह का जीवन हमारा अंदर अनुभव में लाना बहुत जरूरी है. നാം വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം കർത്താവിന്റെ പാത ചെല്ലുക, അല്ലെങ്കിൽ അവനെ പോലെ നാം ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. तो प्रभु ने हमें संसार में इसलिए रखा है कि हम उसके समान अपना जीवन को बिताना, या मतलब उसका पद चिन्हों पर अपनी मसीही जीवन को बिताना. നമുക്കൊരു നല്ല മാതൃക വെച്ചേക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. हमारे लिए एक अच्छे नमूना रखा है प्रभु यीशु मसीह. നാം ആ കർത്താവിനെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ നയിക്കേണ്ടത്. हम उस प्रभु यीशु मसीह को नजर रखते हुए अपना मसीही जीवन को बिताना है. ഈ ലോകത്തിലെ നേതാക്കന്മാരെയോ ഈ ലോകത്തിലെ ആചാര്യന്മാരെയോ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും മനുഷ്യരെയോ നോക്കിയല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നാം നയിക്കേണ്ടത്. ये संसार का कोई नेता, संसार का कोई बड़े बड़े लोगों को देखकर हम इस संसार में अपने जीवन को बिताना, ये प्रभु हम नहीं चाहता. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം ആ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കണമെന്നുള്ളതാണ്. प्रभु हमसे यही चाहते हैं कि हम हमेशा हमारे प्रभु यीशु मसीह पर हमारा नजर लगाए और उसको देख के अपने जीवन को बिताना. ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ മുമ്പാകെ പല ഹീറോകളായിട്ടുള്ള ആൾക്കാരെ ഒരുപക്ഷെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. जब ये संसार में रहते समय में हमारा सामने ऐसे कई हीरो लोगों को हम देखते हैं. അവരുടെ ചില നല്ല പ്രവൃത്തികളൊക്കെ നാം കണ്ടിട്ട് അവരെ ഫോളോ ചെയ്യുവാൻ തക്കവണ്ണം നാം അവരെ അനുഗമിക്കുവാൻ തക്കവണ്ണം നാം ചിലപ്പോൾ തയ്യാറാകാറുണ്ട്. और उनकी कई अच्छे बातों को देखकर हम उनकी जैसा बनने की कोशिश हम करते हैं. ലോക മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മെ കുറിച്ച് ഒരു ക്രിസ്തീയ വിശ്വാസിയെ കുറിച്ച് നോക്കുവാൻ ഒരേ ഒരു വ്യക്തിയാണ് നമുക്കുള്ളത്. तो संसार का लोगों के बारे में मैंने बात किया, वो लोग ऐसा करते, लेकिन हम विश्वासी हमेशा एक व्यक्ति को देखना है और उनके समान बनने का कोशिश करना है, वो प्रभु यीशु मसीह. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മളുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. तो हमारा नमूना या हमारा दृष्टांत केवल प्रभु यीशु मसीह है. നാം 1 പത്രോസ് 2:21 കടന്നു വരുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തന്നിട്ടാണ് കടന്നുപോയത് എന്ന് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. तो पहला पत्रस का पत्र 2 अध्याय 21 पद में जब हम आते हैं, वहां प्रभु ने हमारे लिए एक अच्छा दृष्टांत देकर गया. ऐसा हम देखते हैं. നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോകുന്നു. और तुम इसी के लिए बुलाए भी गए हो कि मसीह भी तुम्हारे लिए दुख उठाकर तुम्हें एक आदर्श दे गया है कि तुम भी उसके पद चिन्हों पर चलो. അതിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. और वहां हम ऐसा पढ़ते हैं, इसी के लिए तुम्हें बुलाए गए हो. നമ്മളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് കർത്താവിലേക്ക് ആനയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമായി അതോടൊപ്പം തന്നെ നമ്മെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം കൂടെ നാം മനസ്സിലാക്കിയിരിക്കണം. तो प्यारे भाइयों, जो हमें नरक से स्वर्ग की अवस्था में लेके आया और मृत्यु से अनंत जीवन की ओर हमें लेके आया, लेकिन उसी बुलाहट का पीछे का उद्देश्य को भी, मकसद को भी हम समझ. ഇവിടെ അതാണല്ലോ പറയുന്നത്, നിങ്ങളെ അതിനായിട്ടല്ലോ വിളിച്ചിരിക്കുന്നത്. അതിന്റെ മുകളിലുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ പല കാര്യങ്ങളും അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. और वही हमें यहाँ पर देखते हैं, पत्रस कहते तुम इसी के लिए बुलाया भी गए हो, और उसके संबंध में कई बात उसका आगे हम देखते हैं. ഇന്നത്തെ ലോകത്തിലെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങള്, പലവിധമായിരിക്കുന്ന തടസ്സങ്ങള്, പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും
നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. और आज के संसार का जीवन जब हम देखते हैं, कई प्रकार की संकट और परेशानियां और दुख पीड़ा हमारा जीवन में आ जाती है। എന്നാൽ ദൈവം അറിയാതെ ഒരു പ്രശ്നങ്ങളും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കടന്നു വരികയില്ല എന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. लेकिन परमेश्वर की अनुमति बिना, उसका जानकारी बिना एक परमेश्वर की संतान के ऊपर कुछ भी हानि नहीं होता है। നമ്മുടെ ചുറ്റുപാടും ഉള്ളവരിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരുന്നാലും, നമ്മുടെ ഭവനങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരുന്നാലും, നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരുന്നാലും, ശാരീരികമായിരിക്കുന്ന വേദനയും പ്രയാസമായിരുന്നാലും, ഇതിന്റെ എല്ലാത്തിന്റെ മധ്യേ കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. तो प्यारो, हमारा शायद हमारा पारिवारिक जीवन का समस्या हो सकता है, हमारा व्यक्तिगत जीवन की समस्या हो सकता है, या हमारा शारीरिक और मानसिक तौर से कई प्रकार की समस्या हो सकता है। कुछ भी हो, हमारा प्रभु की अनुमति से ही होते हैं। നോക്കിയ നാം 19-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു എന്ന് നാം വായിക്കുന്നു. उसका 19वां पद में हम ऐसा पढ़ते हैं, क्योंकि यदि कोई परमेश्वर का विचार करके अन्याय से दुख उठाता हुआ क्लेश सहता है तो यह सुहावना है। ന്യായമായിട്ട് നാം തെറ്റൊന്നും ചെയ്തിട്ടില്ല, കുറ്റമൊന്നും ചെയ്തിട്ടില്ല, നമ്മുടെ പക്കൽ യാതൊരു കുറവുമില്ല. എന്നിരുന്നാലും ലോക മനുഷ്യർ ചിലപ്പോൾ നമ്മെ ഒരു നിലയിൽ അവർ നമ്മളെ കുറ്റം വിധിക്കുവാനുള്ള സാധ്യതയുണ്ട്. सच में हम कोई भी दोष नहीं किया, कोई भी बुरा काम नहीं किया, किसी के साथ हम कोई अन्याय नहीं किया, फिर भी हमारा जीवन में कई प्रकार का दुख और पीड़ा सतावट आते हैं। उसका बारे में हम देखते हैं। അതാണ് 21-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നാം വായിച്ചത്. അതിനായിട്ടല്ലോ നിങ്ങളെ നിങ്ങളെ വിളിച്ചത് എന്ന് നാം വായിക്കും. और उसी के बारे में यहाँ पर कहते हैं, जो ऐसी हमारी अनुभव होते हैं और वो प्रभु की इच्छा से होते हैं, और वो हम खुशी के साथ सहन करना, इसी के लिए प्रभु ने हमें बुलाया। നിങ്ങൾ കുറ്റം ചെയ്തിട്ട് ജയിലിൽ പോയാൽ എന്ത് യശസ്സുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. അടികൊണ്ടാൽ എന്ത് യശസ്സുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. और यहाँ प्रभु ने ये पूछते हैं कि तुम कुछ गलत काम करके मार खाने में क्या घमंड की बात होते हैं। എന്നാൽ ഇന്ന് ഞാൻ താമസിക്കുന്നത് UP എന്ന് പറഞ്ഞ സംസ്ഥാനത്തിലാണ്. मैं आज UP स्टेट के एक कोना में रहता हूँ. അവിടെ ദൈവജനത്തിന് വലിയ പ്രശ്നങ്ങളാണ് ഈ സമയങ്ങളിൽ നേരിടുവാനിടയായിരിക്കുന്നത്. और यूपी में आप जानते हैं, वहाँ विश्वासियों को, मसीही लोगों को जीना बहुत मुश्किल होते, कठिन होते, ऐसी सतावट वहाँ होते। ഞങ്ങളൊക്കെ വളരെ ഭയപ്പെട്ടാണ് ഇപ്പോൾ ആരാധനയിൽ സംബന്ധിക്കുന്നത്. और हम वहाँ पर आराधना के लिए इकट्ठा होते हैं, बहुत डर के इकट्ठा होते हैं. ഭവനങ്ങളിൽ ആരാധന കഴിച്ചാൽ ബുൾഡോസർ വന്ന് ആ ഭവനം ഇടിച്ചു കളയുമെന്നുള്ള ഭീഷണിയാണ് ഗവൺമെന്റ് തലത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. और वहाँ सरकार ऐसे आदेश दिया है कि कोई भी घर में ऐसा आराधना चलेगा तो उस घर को बुलडोजर से तोड़ देगा. ഒരുവനെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തി കൊണ്ടുവന്നാൽ അവരെ ജയിലിലാക്കും, അവന്റെ വീട് കുപ്പക്കുന്നാക്കുമെന്നുള്ള ഒരു കാര്യമാണ് പ്രശാസനിൽ നിന്ന് കേൾക്കുവാൻ. और अगर किसी ने भी और अन्य किसी को यीशु मसीह के विश्वास में लाएगा तो वो लाने वाले का घर को तोड़कर कचरा बना दूंगा, ऐसे मुख्यमंत्री का. എന്റെ പ്രിയ ദൈവമക്കളെ, ഇത് നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യമാണ്. यारो, ये हमारा भारत में, हमारा इंडिया में, एक स्टेट में होने वाली बात. ദൈവജനത്തിന് വലിയ കഷ്ടതയും പ്രയാസവും പ്രശ്നങ്ങളും നേരിടുന്ന ഒരു കാലയളവിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നു. और परमेश्वर का लोग बहुत सतावट और निंदा कष्ट को सामना करने का एक समय में हम रहते हैं. എന്നാൽ ഇവിടെയുള്ള ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. लेकिन यहाँ का परमेश्वर का लोगों को देखकर मैं परमेश्वर को धन्यवाद देता हूँ. ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവിക കാര്യങ്ങൾക്ക് മുന്നും ചുമൽ കൊടുക്കാൻ ഇവിടെയാക്കുന്നു. और यहाँ पर बड़े आजादी के साथ प्रभु को स्तुति करने के लिए, इकट्ठा होने के लिए, आराधना करने के लिए अभी भी हो रहे, इसलिए प्रभु की स्तुति हो. ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ, ഒരു പാസ്റ്റർ എന്നുള്ള നിലയിലൊക്കെ ഇന്ന് UP-യിൽ നോക്കിക്കഴിഞ്ഞാൽ, ഗവൺമെന്റ് കണ്ടു കഴിഞ്ഞാൽ, അവര് ഒരു ടാക്സ് കൊടുക്കുന്നത് പിടിച്ചു കഴിഞ്ഞാൽ അത് മതം മാറ്റമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായിരിക്കുന്ന
ശിക്ഷ അല്ലെങ്കിൽ തെറ്റായിരിക്കുന്നതിൽ ജയിലിൽ അടച്ച് അവരെ ശിക്ഷിക്കുന്ന ഒരു കാലയളവിൽ ഞാൻ നിങ്ങളുമായിരിക്കും. तो अगर कोई परमेश्वर का दास या पास्टर और सेवक का ऐसा कोई भी व्यक्ति वहां पर कोई एक पर्चा भी यीशु मसीह का नाम से किसी को देते हुए पकड़ा गया तो गलत केस उसके ऊपर डालकर उसको जेल में डालने की हालत चल रहे उधर. ഇത് നേരത്തെ മുൻകണ്ടുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ. और ये पहले से देखकर पतरस ने यहाँ पर कहते हैं कि यदि तुम कुछ गुनाह करके मार खाने में क्या फायदा होता. കള്ളു കുടിച്ചിട്ട് വഴിയിൽ കിടന്ന് തല്ലി ഉണ്ടാക്കി പോലീസ് പിടിച്ചോണ്ട് പോയി അകത്തിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് എന്നാണ് അതിന്റെ അർത്ഥം. इसका मतलब है कि अगर आप दारू पी के रास्ता में पड़ा रहकर किसी के साथ मारपीट करके पुलिस पकड़ के जेल में डालेगा तो उसे क्या लाभ होते हैं. അല്ലെങ്കിൽ അയൽവക്കക്കാരുമായിട്ട് അടിയുണ്ടാക്കി അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാക്കി പോലീസിനെ വിളിപ്പിച്ച് അകത്ത് പോയാൽ എന്ത് യശസ്സുണ്ട് ആണെന്നാണ് ചോദിക്കുന്നത്. और पड़ोसी के साथ झगड़ा करके मारपीट करके पुलिस पकड़ के जेल के अंदर जाएगा तो आपको क्या लाभ होते हैं. എന്നാൽ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. लेकिन यहाँ पर कहते हैं यदि उसके अलावा अगर आप कुछ भला काम करने की वजह से आपको पुलिस पकड़ के जेल में डाल दिया तो वो अच्छी बात है. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് പറയുക. और उसी के लिए परमेश्वर ने आपको बुलाया है. എന്നിട്ട് ഒരു എക്സാമ്പിൾ അവിടെ പറയുകയാണ്. और एक दृष्टांत वहां बताते हैं. അത് മറ്റാരുടെയും എക്സാമ്പിൾ അല്ല, और किसी का दृष्टांत नहीं. അത് മറ്റാരുടെയും കാര്യത്തെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നു. और वो और किसी के बारे में नहीं कहता. അവിടെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. और यहाँ पर दृष्टांत के रूप में बताया ये हमारा प्रभु यीशु मसीह के बारे में. പാപികളായിരിക്കുന്ന മനുഷ്യരെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന് ക്രൂശാണ് കൊടുത്തത്. അതാണ് ഇവിടെ പറയുന്നത്. നോക്കുക, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. और यहाँ जब प्रभु यीशु मसीह जब पापियों को बचाने के लिए आया तो उसको अच्छा काम करने के बगैर भी उसको क्रूस मिला. इसलिए यहाँ कहते हैं कि मसीह ने तुम्हारे लिए कष्ट दुख उठाया. എന്റെ പ്രിയ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ഓർത്തപ്പോൾ, എന്നെയും നിങ്ങളുടെയും പാപത്തെ ഓർത്തപ്പോൾ, എന്നെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിനെ ഓർത്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗമൊഴിഞ്ഞ് ഭൂമിയിൽ വന്നപ്പോൾ അവന് കൊടുത്തത് ക്രൂശാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. प्यारो, मेरा और आपका पापों से बचाने के लिए मेरा और आपका पाप का दंड के बारे में देखकर प्रभु यीशु मसीह उसमें से चुनाने के लिए जब आया तो उसको मिला है क्रूस. ക്രിസ്തു കഷ്ടം സഹിച്ചത് തനിക്ക് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളത് ഓർക്കുക. तो प्यारो, हम इस बात को याद रखना, प्रभु यीशु मसीह जो दुख उठाया है वो कभी भी उसका खुद के लिए नहीं है. എന്നെയും നിങ്ങളെയും ഓർത്താണ്, അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്ന് നാം ഓർക്കുക. प्यारो, मेरा और आपको स्मरण करके मेरा और आपका पाप के कारण उसने दुख उठाया. പത്രോസ് പറയുകയാണ്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. और इसलिए पतरस कहते हैं मसीह भी तुम्हारे लिए दुख उठाया. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോകുന്നു. और तुम उसका पद चिन्हों पर चलने के लिए उसने एक आदर्श दे गया है. അതിനോട് ചേർന്ന് എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. और उसके साथ मिलाकर एक और बात कहा है, ना तो उसने पाप किया और ना उसके मुंह से छल की कोई बात निकली. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നാം വായിക്കുന്നത് അവൻ പാപമറിയാത്തവനാണ്, അവനിൽ പാപമില്ല എന്ന് നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു. और हम यूहन्ना और कोरिन्थ का पत्री में भी हम पढ़ते हैं वो पाप जानते नहीं और वो पाप किया भी नहीं है. പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ എന്നെയും നിങ്ങളെയും ഓർത്തപ്പോൾ അവൻ കഷ്ടം സഹിച്ചു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. जो पाप नहीं जानता, जो पाप नहीं किया, जो पाप से अज्ञान था, वो हमारे लिए सूली पर दुख उठाया. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. और उस प्रभु ने मुझे और आपको बुलाया है. അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ആ പാദം ചൊന്നുകൊണ്ട്
ആ പാദത്തെ പിന്തുടർന്നുകൊണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. और हम उसका उस प्रभु यीशु मसीह का पद चिन्हों पर उसने जैसे जिया उसको देखकर वैसे उसका दृष्टांत बनाकर जीना, उसके लिए हमें बुलाया है। യേശു ക്രിസ്തു നമ്മെ ആ ജീവിതം നയിക്കുവാനാണ് ഈ ലോകത്തിൽ വിളിച്ചിരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. और प्रभु यीशु मसीह ने इस प्रकार का एक जिंदगी को बिताने के लिए मुझे और आपको बुलाया। നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്വർഗത്തിന്റെ അവകാശികളായി തീർന്നു എന്ന് പറഞ്ഞ് നാം സമാധാനിച്ച് ഈ ലോകത്തിൽ അങ്ങനെ ജീവിച്ചങ്ങനെ മരണപ്പെടുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. मैं उद्धार पाया और बपतिस्मा पाया ऐसा संतृप्त होकर जीकर मरने के लिए प्रभु ने हमें बुलाया नहीं। ദൈവം കർത്താവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ വേണ്ടിയാണ് അവൻ നമ്മെ വിളിച്ചത്. प्रभु यीशु मसीह का पद चिन्हों पर चलने के लिए उसने हमें बुलाया। അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും പുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമെന്ന് എബ്രായ ലേഖനം 3:1 നാം വായിക്കുന്നു. और इब्रानियों का पत्र 3 अध्याय का पहला पद में हम पढ़ते हैं, स्वर्गीय बुलाहट के भागी और हम जिसको स्वीकार किया उस यीशु मसीह की और ध्यान दे, ऐसा पढ़ते हैं। പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. तो यहाँ पर बहुत स्पष्ट से कहते हैं, इसलिए हे पवित्र भाइयों, तुम जो स्वर्गीय बुलाहट में भागी हो, उस प्रेरित और महायाजक यीशु मसीह पर जिसे हम अंगीकार करते हैं ध्यान करो। നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലനും അതുപോലെ മഹാപുരോഹിതനുമായിരിക്കുന്ന നിലയിൽ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം കഴിയും. तो हमारा प्रभु यीशु मसीह को हमारा प्रेरित और महायाजक के रूप में हम देखते हैं। സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച ആ അപ്പോസ്തലൻ എന്നുള്ള പേരിന് യോഗ്യനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് तो കാണാം. स्वर्ग से पिता ने अपना पुत्र को जगत में भेजा, इसलिए वो प्रेरित के रूप में उसका बारे में बताया गया है। അതേപോലെ തന്നെ ആ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മഹാപുരോഹിതന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നിപ്പിക്കുക, അല്ലെങ്കിൽ അവന്റെ ആവശ്യങ്ങളുമായി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, ആ ദൈവത്തോട് അവന്റെ ആവശ്യങ്ങൾ ആരാധന കഴിക്കുക എന്നുള്ളതാണ് ആ महापुरोहित ड्यूटी महायाजक का काम हम जानते हैं। महायाजक परमेश्वर और मनुष्यों का बीच में एक बिजवाई के रूप में काम करते हैं। मनुष्य की सारी बातें परमेश्वर की उपस्थिति में लाकर उनका सामने रखने वाला व्यक्ति महायाजक होते हैं। ഇന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്ന, നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ പറ്റുന്നത്। तो हमारा प्रभु यीशु मसीह आज स्वर्ग में पिता के पास हमारे लिए बिजवाई करने वाला मध्यस्थ के रूप में एक बिजवाई के रूप में हम उसको देखते हैं। അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക। और इसलिए हम कहते हैं, पवित्र भाइयों, उस स्वर्गीय बुलाहट के भागी यीशु को ध्यान से देखो। എന്റെ പ്രിയ ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിന്ന് നമ്മളുടെ മുന്നിൽ നോക്കുന്നത് ആരെയാണ്? तो मैं आपसे एक सवाल करना चाहता हूँ, आप आपका सामने किसको देखते हैं? നാം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഉപദേശിക്കാണോ, അല്ലെങ്കിൽ നമ്മുടെ മൂപ്പനാണോ, അല്ലെങ്കിൽ നമ്മുടെ സഹവിശ്വാസികൾ, നമ്മുടെ ഇടത്തും വലത്തും ഇരിക്കുന്നവരെയൊക്കെ നോക്കിയാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുന്നത്? हमारा विश्वास जीवन किसके आधार पर हम कर रहे हैं? क्या हम अपना पास्टर को देखते हैं या वडील को देखते हैं? ये हमारा दाएं बाएं बैठने वाला भाई को देखकर हम मसीही जीवन बिता रहे हैं? किसको देख के हम अपना जीवन को बिता? അങ്ങനെ നാം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ക്ഷീണം ഭവിക്കും, അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല। अगर हम ऐसे किसी को देख के अगर मसीही जीवन बिता रहे हैं तो जरूर हमारा जीवन में हमारे जीवन में गलत है। എന്നാൽ എനിക്ക് വേണ്ടി ജീവനെ നൽകിയ എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ
അവനിൽ ഒരു തെറ്റും കുറ്റവും കാണുവാൻ തക്കവണ്ണം സാധിക്കും. लेकिन मैं मेरे लिए जो कालवरी के सूली पर अपने प्राण को कुर्बान कर दिया और उस मसीह यीशु के ऊपर अपना ध्यान लगाकर अगर जिएगा तो यीशु मसीह पर हम कोई भी गलत नहीं दे सकता है. ഞാനിത് പറഞ്ഞതുകൊണ്ട് നാളെ നിങ്ങൾ മറ്റുള്ളവരെ നോക്കി ജീവിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ സാക്ഷ്യം ഇല്ലാതെ ആകണമെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. हाँ, मैं कहने का मतलब ये नहीं कि हम दूसरा विश्वासी को बिल्कुल नहीं देखना, ऐसा नहीं है, और दूसरों का गवाही हम नहीं सुनना, ऐसा नहीं, उसका मतलब नहीं है मैं जो बता रहे हैं. ഒരുപക്ഷെ എന്റെ മുന്നിലിരിക്കുന്നവർ അവരെ നോക്കിക്കൊണ്ടാണ് ഞാൻ എന്റെ ക്രിസ്തീയ ജീവിതം സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ തെറ്റുകൾ അവരിലുണ്ടാകാനുള്ള സാധ്യത. कहने का मतलब है कि आपका सामने बैठने वाला दूसरा विश्वासी को देखकर आप मसीही जीवन बिता रहे हैं तो आप उनका जीवन में भी कुछ ना कुछ गलत आपको मिल जाएगा, पाया जाएगा. എന്തുകൊണ്ട് യേശുവിനെ നോക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം രണ്ടാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. यहाँ पर इब्रानियों का पत्र में क्यों यीशु को ध्यान करो ऐसा क्यों बताया है, उसका कारण दूसरा पद में बताया. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. वहां हम पढ़ते अपने नियुक्त करने वाले के लिए विश्वास योग्यता जैसा मूसा भी परमेश्वर के सारे घर में था. മോശ ദൈവഭവനത്തിൽ എങ്ങനെ വിശ്വസ്തനായിരുന്നുവോ അതേപോലെ തന്നെ ക്രിസ്തുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു എന്നാണ് मूसा किस प्रकार परमेश्वर का भवन में विश्वास योग्य था वैसा ही यीशु मसीह भी विश्वास योग्य था. അതുകൊണ്ട് നമുക്ക് നോക്കുവാൻ യോഗ്യനായിരിക്കുന്ന, നോക്കുവാൻ കൊള്ളാകുന്നവനായിരിക്കുന്ന, നോക്കിയാൽ നാം തള്ളപ്പെടാത്തവരായിരിക്കുന്ന, വീണുപോകാത്തവരായിരിക്കുന്ന ജീവിതം നയിപ്പാൻ കഴിയുന്നവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് നോക്കാം. और इसलिए यहाँ पर कहते हैं हम देखने के लिए और हम पीछा करने के लिए, और देखेगा तो कभी भी कुछ गलत हम पा नहीं सकता और कभी भी हम बिगड़ नहीं सकता. ऐसे अगर कोई व्यक्ति है तो वो प्रभु यीशु मसीह है, इसलिए हम उसको ध्यान करने के लिए बताया. നമുക്കറിയാം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവരുമായ യേശുവിനെ നോക്കുവാൻ അവിടെയും നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. इब्रानियों का पत्र 12 अध्याय का दूसरा पद में हम पढ़ते हैं विश्वास के कर्ता और सिद्ध करने वाला यीशु की ओर ताकते रहे जिससे उस आनंद के लिए जो उसके आगे धरा था लज्जा कुछ चिंता न करके क्रूस का दुख का सहा. എന്റെ പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ വിശ്വാസ ജീവിതം ധന്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസം മുമ്പോട്ട് കൊണ്ടുപോകും. हाँ तो प्यारो, हमारा विश्वास जीवन कोई हानि बिना हम आगे बढ़ाना है, पूरा करना है, तो हम यहाँ पर पढ़ते विश्वास के कर्ता और सिद्ध करने वाला यीशु की ओर ताकते रहो. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ക്ഷീണവും അല്ലെങ്കിൽ തക്കാവട്ടും ഒക്കെ വരുമ്പോൾ നമുക്ക് ഓർക്കുവാനും നോക്കുവാനുമുള്ളത് 3-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുമെന്ന് പറയുന്നു. उसका तीसरा पद देखिए क्या बता रहे, इसलिए उस पर ध्यान करो जिसने अपने विरोध में पापियों का इतना विरोध सह लिया कि तुम निराश होकर साहस ना छोड़ दो. ഞാൻ മുന്നോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. मैं आगे की ओर बढ़ना चाहता हूँ. നാം യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ और पहला यूहन्ना 2:6 दूसरा अध्याय का 6वां पद में जब हम आते हैं നാം ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. वहां पर हम इस प्रकार पढ़ते हैं അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. और जो उस पर विश्वास करते हैं वो जैसा वो चलता था वैसा चलना चाहिए. എന്റെ പ്രിയ ദൈവമക്കളെ, ഏത് രീതിയിലും നമുക്ക് ജീവിക്കുവാൻ അല്ലെങ്കിൽ നടക്കുവാൻ ദൈവവചനം നമ്മെ അനുശാസിക്കുന്നില്ല. प्यारो, हम अपनी मर्जी में कैसे भी चलना ये परमेश्वर नहीं चाहता. നാം അവനിൽ വസിക്കുന്നവരാണ് എന്ന് പറയുന്നുവെങ്കിൽ
അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ മേൽ അവൻ എങ്ങനെ നടന്നുവോ അങ്ങനെ നാം നടക്കേണ്ടതാണ്. अगर हम कहते हैं कि मसीह मेरे अंदर वास कर रहा है, ऐसा कहना है, तो वैसा जैसा वो चला वैसा हम चलने वाला होना चाहिए. നാം കർത്താവിനെ സൂക്ഷിച്ചു നോക്കി അവൻ എങ്ങനെ നടന്നുവോ, അവൻ എങ്ങനെ ജീവിച്ചുവോ, അവന്റെ സംസാരം എങ്ങനെയായിരുന്നുവോ, അവന്റെ ജീവിതം എങ്ങനെയായിരുന്നുവോ അതുപോലെ നാമും നടക്കേണ്ടതാണ്. तो हम यीशु मसीह को बहुत ध्यान से देखकर कैसा उसने चला वैसा हम चलना है, कैसा वो बात किया वैसा हम बात करना सीखना है. അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. हमने पढ़ा है कि उसका मुंह में कोई भी छल की बात नहीं था, फिर भी उसको दुख उठाना पड़ा. ആ ഭീഷണം പറഞ്ഞിട്ട് പകരം അവൻ ഭീഷണം പറയാതിരുന്നതായിട്ട് നാം വായിക്കുന്നു. उसको धमकी मिला तो भी वो किसी को धमकी नहीं दिया. അതുപോലെ അവനെ പീഡിപ്പിച്ചിട്ട് പകരം ഒന്നും മിണ്ടാതിരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ് उसको कितना भी पीड़ा दिया फिर भी उसने चुपचाप सब कुछ सहन किया हुआ यीशु को हम देखते हैं. കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ആ കർത്താവ് നമ്മുടെ മുന്നിൽ ഒരു മാതൃകയായിട്ട് ജീവിച്ചതായിട്ട് നാം വായിക്കുന്നു. और कष्ट उठाने के बाद, दुख सहने के बाद भी चुपचाप सब कुछ परमेश्वर का सामने सहन किया हुआ यीशु मसीह को हम देखते हैं. എന്താണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്? और फिर क्या किया यीशु मसीह ने? ന്യായമായിട്ട് വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. और जो न्याय करने वाला सिद्ध का परमेश्वर के हाथ में सब कुछ उसने सौंप दिया. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെയും ആ അനുഭവത്തിൽ ആ നിലയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. तो हमारा मसीही जीवन में भी हम इस प्रकार आगे बढ़ने के लिए प्रभु हमें അവനിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നു എങ്കിൽ അവൻ നടന്നതുപോലെ നാം നടക്കുവാൻ ശ്രമിക്കേണ്ട. अगर हम उसमें वास कर रहे ऐसा हम घमंड करते हैं तो जैसा उसने अपना जीवन बिताया वैसा हम भी बिताना आवश्यक है. കർത്താവായ യേശുക്രിസ്തു അവന്റെ ശിഷ്യത്വത്തിന്റെ ആ കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ കൂടെ ആ കർത്താവിന്റെ അനുഭവത്തിൽ നിന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. यीशु मसीह ने अपने शिष्यों को शिष्यत्व का जीवन का बारे में जब सिखाया तब कुछ बात बताया, वो भी थोड़ा जल्दी बताना चाहता हूँ. ഒരുവൻ കർത്താവിനെ പിന്തുടരുവാൻ ആഗ്രഹിച്ചാൽ അവൻ സ്വയം ത്യജിക്കേണ്ടത് ആവശ്യമാണ്. एक व्यक्ति अगर यीशु मसीह का पीछा चलना चाहते हैं तो वो स्वयं को त्यागना जरूरी है. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ച ആ മാർഗം എന്ന് പറയുന്നു. यीशु मसीह ने वही मार्ग हमें सिखाया है. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ फिलिपियों के पत्र 2 अध्याय में जब हम आते हैं ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് നാം വായിക്കുന്നു. और वहां पर हम पढ़ते मसीह यीशु में जो स्वभाव है वो तुम्हारे अंदर भी हो. താൻ സെൽഫ് ഡിനയൽ അല്ലെങ്കിൽ താൻ സ്വയം ത്യജിച്ചതായിട്ട് താഴോട്ട് നാം വായിക്കുന്നു. और उसका नीचे जब हम पढ़ते हैं यीशु मसीह स्वयं को त्याग दिया, ये हम देखते हैं. എന്നാണ് എഴുതിയിരിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ രൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി क्रूसिले मरणतोड़म तन्ने नाम वाइकिनु. और उसने किस प्रकार अपना स्वयं को त्यागा उसका बारे में हम देखते हैं. उसने परमेश्वर का स्वरूप में होकर भी परमेश्वर के तुल्य होने को अपने वश में रखने की वस्तु न समझा, वरन अपने आप को ऐसा शून्य कर दिया और दास का स्वरूप धारण किया और मनुष्य की समानता में हो गया और मनुष्य के रूप में प्रकट होकर अपने आप को दीन किया, यहाँ तक आज्ञाकारी रहा, मृत्यु क्रूस के मृत्यु तक. എന്റെ പ്രിയ ദൈവമക്കളെ, ഈ വാക്യം ഓർക്കാത്ത ഏതെങ്കിലും കർത്തൃ ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? क्या इस वचन को हम स्मरण करना बिना कोई इतवार का दिन हमारा जीवन में ഇത് ഓർക്കുകയും പഠിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണോ ഈ സ്വഭാവത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയാതിരിക്കുന്നത്? क्या हम इस वचन पढ़ते नहीं है, सीखते नहीं है, इसलिए उसका जैसा स्वभाव हमारे अंदर नहीं आते क्या? എന്താണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ ദൈവരൂപത്തിലിരുന്നവനാണ്. ആ ദൈവരൂപത്തിലിരുന്നവൻ ഒരു മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ വേണമെങ്കിൽ तान एत्रमात्रम तन्नतान ताഴ്ത്തി എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. मसीह यीशु का स्वभाव था वैसा ही तुम्हारा भी स्वभाव हो, ऐसा करते हुए यीशु मसीह का स्वभाव के बारे में 6वां पद में बताया, वो हमारे अंदर आना है, वो परमेश्वर होते हुए भी
कितना उसने अपने आप को नीचा किया। അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെത്താൻ താഴ്ത്തുവാൻ, തന്നെത്താൻ ദൈവസന്നിധിയിൽ നമ്മെ വിനയപ്പെടുത്തുവാൻ എത്രമാത്രം സാധിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. तो हम अपने आप को ये सोच विचार करना जरूरी है कि हम कितना अपने आप को नम्र करते हैं, कितने अपने आप को हम दीन बनाते हैं, इसके बारे में सोचना है। ദൈവവചനത്തിൽ നാം വായിക്കുന്നത്, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല എന്ന് നാം വായിക്കുന്നു. और हम पढ़ते हैं, प्रभु कहते हैं कि जाओ अपने आप को त्याग कर अपना क्रूस उठाकर जो मेरे पीछे नहीं आता। മത്തായിയുടെ സുവിശേഷം 10:38 നാം അത് വായിക്കുന്നത്. और मत्ती का सुसमाचार 10वां अध्याय का 38वां पद में हम इसके बारे में पढ़ते हैं। തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. अपना क्रूस उठा के जो मेरे पीछे नहीं आता वो मेरा योग्य नहीं है। എന്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് തന്റെ ക്രൂശിന് പകരം കർത്താവായ യേശുക്രിസ്തു വഹിച്ച ക്രൂശ് വഹിക്കുവാൻ പലപ്പോഴും നാം തയ്യാറാണ്. हम कई बार ऐसा करते हैं, अपना क्रूस नहीं उठाते हैं, बल्कि यीशु मसीह ने जो क्रूस उठाया वही क्रूस उठाने की कोशिश करते हैं। എന്നാൽ കേരളത്തിൽ, നിങ്ങൾ ഇവിടെയൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, കേരളത്തിൽ അനേക ക്രിസ്ത്യാനികൾ ഉള്ളതുകൊണ്ട് ഗുഡ് ഫ്രൈഡേയുടെ ദിവസം വലിയ ക്രൂശ് ഉണ്ടാക്കി ആ ക്രൂശുമായിട്ട് മലയിലേക്ക് കയറി പോകുന്ന अनेकरे കാണുവാൻ തക്കവണ്ണം കഴിയും. तो मुझे यहाँ का बात पता नहीं है, लेकिन हमारे केरल में इतना सारा क्रिश्चियन लोग रहते हैं, इसलिए वो लोग जब गुड फ्राइडे का दिन आते हैं बड़ा क्रूस बना के कंधे पे उठा के पहाड़ के ऊपर चढ़ते हुए दिखाई देते हैं। ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത് തന്റെ ശിഷ്യന്മാരെ തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല എന്നുള്ളതാണ്. हाँ, लेकिन यहाँ पर प्रभु यीशु मसीह कहते हैं अपने आप को त्यज कर अपना क्रूस उठा के मेरे पीछे जो नहीं आता वो मेरा योग्य नहीं। ഒരിക്കൽ എന്റെ കർത്താവ് ആ പച്ചമര കുരിശെടുത്ത് ആ കാൽവരി ക്രൂശിലേക്ക് നടന്നുപോയി അവിടെ റോമാ പൗരന്മാർ അവനെ ക്രൂശിൽ തറയ്ക്കുവാൻ ഇടയായി തീർന്നു. और एक दिन मेरा प्रभु यीशु मसीह ने उस कच्चे जो काठ से बनाया हुआ क्रूस को उठाकर सूली पर चढ़ गया और पहाड़ के ऊपर चढ़ गया। വീണ്ടും ഞാൻ ആ ക്രൂശ് എടുത്തുകൊണ്ട് ആ ക്രൂശിൽ തറയ്ക്കപ്പെടുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. और मैं उसी क्रूस को उठाकर उस क्रूस पर मरना प्रभु नहीं चाहता है। ഒരിക്കലായിട്ട് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. और एक बार प्रभु यीशु मसीह उस क्रूस पर मेरे लिए मरा है। ഇനി ഞാൻ കർത്താവിന്റെ മാതൃക പിന്തുടരണമെങ്കിൽ ഞാൻ എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കണം. और मैं इस यीशु मसीह का दृष्टांत अपना जीवन में लाना है तो मैं उस क्रूस नहीं बल्कि मेरा क्रूस को उठाकर मैं उसके पीछे जाना है। എന്താണ് എന്റെ ക്രൂശ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? मेरा क्रूस का मतलब क्या है? തന്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ ഒരുവൻ ദൈവത്തെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കട്ടെ എന്നാണ് ദൈവവചനം. और प्रभु का वचन ऐसा कहते हैं कि मेरा पीछे होना चाहते हैं तो अपना क्रूस उठा के मेरा पीछे आए। എന്നാൽ പലർക്കും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദൈവത്തെ അനുഗമിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിരിക്കുന്ന കാര്യം. और काफी लोगों को अपना क्रूस उठाकर उसका पीछे जाने को नहीं होते। നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത. हमारा मसीही जीवन में कई प्रकार के संकट क्लेश परेशानियां हो सकता है। ഒരുപക്ഷെ എന്റെ ജോലിയായിരിക്കാം ആ ക്രൂശ് എന്ന് പറയുന്നത്. और शायद मेरा नौकरी मेरा क्रूस हो सकता है। കർത്താവിനെ പിന്തുടരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്റെ ജോലിയിൽ നിന്നുള്ള ക്രൂശായിരിക്കാം. आज कई बार यीशु मसीह का पीछे चलने के लिए मुझे रुकावट मेरा खुद का नौकरी देते तो वो मेरा क्रूस है। അല്ലെങ്കിൽ എന്റെ ഭാര്യയായിരിക്കാം ഒരുപക്ഷെ എന്റെ ക്രൂശായിട്ട് എന്റെ മുന്നിൽ നിൽക്കുന്നത്. कई बार मेरा पत्नी यीशु मसीह का पीछे चलने में मुझे रुकावट देते तो वो पत्नी मेरा क्रूस है। നാം മീറ്റിംഗിന് പോകുവാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കി ആ പോകാതിരിക്കാൻ തക്കവണ്ണം പിശാച് തടസ്സമായിട്ട് വരുന്നുവെങ്കിൽ അത് നമ്മുടെ ഒരു ക്രൂശായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. और कई बार हम जब मीटिंग में जाने के लिए तैयार हो जाते हैं तो पत्नी के साथ झगड़ा होते हैं और मीटिंग में जाने के लिए रुकावट शैतान उसी प्रकार लाते हैं तो ये एक क्रूस का रूप में हम समझ सकते हैं। അങ്ങനെ സംഭവിക്കുന്ന ഭവനങ്ങളില്ലേ എന്റെ ബന്ധു സഹോദരങ്ങളെ? ऐसा होने वाला परिवार है ही नहीं। അത് തിരിച്ചുമാകാം, उल्टा भी हो सकता है। ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുന്ന ഒരു സഹോദരിയുണ്ട്. हमारे घर में एक बहन आते हैं
ആ സഹോദരി ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ സഹോദരിയാണ്. और उस बहन हिंदू परिवार से विश्वास में आया है രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വളരെ ആത്മീയ ചൈതന്യമുള്ള ഒരു സഹോദരിയാണ്. और उद्धार पाया, बपतिस्मा पाया, बहुत आत्मीय रूप से आगे എന്നാൽ ഇന്ന് അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ പോകാത്ത വിടാത്ത ഒരു അനുഭവമാണ്. और लेकिन आज उस बहन को आराधना करने के लिए उसका पति नहीं छोड़ते. ആ വ്യക്തിയുടെ ക്രൂശ് എന്ന് പറയുന്നത് തന്റെ കുടുംബക്കാരാണ്. और उस बहन का क्रूस उनका घर वाला है. ഇനി നീ ചർച്ചിൽ പോയാൽ ഞാനും നീയുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തണമെന്നുള്ളതാണ് അമ്മാവി അമ്മ അവളോട് പറഞ്ഞിരിക്കുന്നത്. और अगर तुम अब वापस चर्च में जाएगा तो वो शादी का रिश्ता तोड़ना है, ऐसा उसका पति का माँ उसको നീ എന്റെ വീട്ടിൽ താമസിക്കുവാൻ പാടില്ല, നീ തന്നെ എവിടെങ്കിലും വീടെടുത്ത് പൊയ്ക്കോണം എന്നുള്ള धमकी കൊടുത്തിരിക്കുക. और वो ऐसा धमकी दिया है, अगर चर्च में जाना है तो इस घर से छोड़कर तो अकेला किधर भी जाके रहकर चर्च में ആ जाओ. പ്രിയ സഹോദരങ്ങളോട് പറയുന്ന ഞാൻ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എങ്ങനെ ജീവിച്ചിരുന്നാലും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇന്ന് ഞാൻ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് എന്റെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ അതവർക്ക് സഹിക്കുവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. और वो बहन हमसे ऐसा कहते हैं, मैं यीशु मसीह को स्वीकार करने से पहले मैं कैसे भी जियो उनको कोई प्रॉब्लम नहीं था, लेकिन जब यीशु मसीह को स्वीकार किया तो मेरा जिंदगी अच्छा हो गया, लेकिन उनको दिक्कत बहुत है. ഇവിടെ പറയുകയാണ് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവരും എനിക്ക് യോഗ്യനല്ല. तो यहाँ प्रभु कहते हैं जो अपना क्रूस उठाकर मेरे पीछे नहीं आता वो नहीं. അനേക അനുഭവ സാക്ഷികൾ ഞാൻ കേട്ടിട്ടുണ്ട്. हाँ, बहुत गवाही मैंने सुना है. ചില സഹോദരങ്ങൾ മീറ്റിംഗിന് വരാത്തപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് സഹോദര സമയം ജോലിയിൽ ഒത്തിരി ജോലി തിരക്കുള്ളതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. कई भाई लोग ऐसा मीटिंग में नहीं आते तो हम पूछते क्यों नहीं आया, तब बोलते कि बहुत काम था इसकी वजह से आ नहीं पाया. തന്റെ ബിസിനസ് ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചപ്പോൾ ദൈവത്തെ മറക്കുന്ന ഒരു ജനത്തിന്റെ സമൂഹം നമുക്ക് മുന്നിൽ കാണുവാൻ പറ്റുമെന്ന് കഴിയും. काफी विश्वासी लोग ऐसा है, उनका बिजनेस में प्रभु ने बहुत आशीष दिया, उनका सारी सुविधा बढ़ा दिया, तब उसको मीटिंग में जाने को अभी टाइम नहीं है. സഭയായിട്ട് നാം പ്രാർത്ഥിച്ചു, ദൈവമേ ആ സഹോദരന്റെ ബിസിനസ് വർദ്ധിപ്പിച്ചു നൽകണം, അനുഗ്രഹിച്ചു നൽകണം, അത് തന്റെ ഉപജീവനത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്നൊക്കെ നാം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം പ്രാർത്ഥന കേട്ടു, തന്റെ ബിസിനസ് വർദ്ധിപ്പിച്ചു. और हमने कलीसिया प्रार्थना किया इस भाई का इस धंधा में, इस नौकरी में, और उसको आशीष दे ताकि उसको आगे बढ़ सके, उसको धन बढ़ा के दे, ऐसे सब प्रार्थना किया और प्रभु प्रार्थना करके जो बढ़ा के दिया उनको मीटिंग में आने का टाइम नहीं. എന്നാൽ ഇന്ന് അവന്റെ ബിസിനസ് ഒരു ക്രൂശായിട്ട് ദൈവത്തെ പിൻചൊല്ലുവാൻ കഴിയാത്ത നിലയിലായിരിക്കുന്നു എന്നുള്ളത് വളരെ ഖേദത്തോടെ ഞാൻ ഓർക്കട്ടെ. और उनका उस बिजनेस और नौकरी उनके लिए प्रभु का पीछा करने के लिए रुकाने वाला क्रूस का रूप में हम देखते हैं. നാം ഈ വായിച്ച വേദഭാഗത്തിന്റെ 36 വാക്യം 10-36 ഒന്ന് വായിക്കുമ്പോൾ മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. और मत्ती का सुसमाचार 10वां अध्याय का 36वां पद में हम पढ़ते हैं, एक मनुष्य का घरवाला ही उनका दुश्मन बन जाएंगे. കർത്താവിനെ അറിയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വിരോധത്തിലേക്ക് വരുന്നത് വീട്ടുകാർ തന്നെയാണ് എന്നുള്ളത് നാം तो മനസ്സിലാക്കുക. प्यारो, जब हम प्रभु यीशु मसीह के पास आते हैं तो सबसे पहले हमारा दुश्मन हो जाते हैं हमारा घर वाला. നിങ്ങളുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷെ ഉണ്ടായിക്കാനുള്ള സാധ്യതയുണ്ട്. शायद आप लोग के जीवन में भी ऐसा अनुभव हो सकता है. ऐसा आपका जीवन में ऐसा अनुभव हुआ है क्या? യഥാർത്ഥമായിരിക്കുന്ന ഉദ്ധാരന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ സമൂഹം നമുക്കെതിരായി തീരും. जब हम सचमुच में प्रभु को स्वीकार करते हैं तो हमारा घर वाला हमारा विरोध बन जाते हैं. നമ്മുടെ സമൂഹം പിന്നീട് നമുക്ക് വിരോധമായി തീരും. और उसके बाद हमारा समाज हमारा विरोध बन ഇവിടെ जाता നാം വായിക്കുന്ന എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. है. और हम आगे पढ़ते, जो माता या पिता को मुझसे अधिक प्रिय जानता है वो मेरे लिए योग्य नहीं है. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. हमें मालूम है संसार का सबसे बड़ा रिश्ता माँ बाप का रिश्ता है. കർത്താവ് പറയുകയാണ്, എന്നേക്കാൾ അധികം നിങ്ങൾ അവരെ സ്നേഹിച്ചാൽ എനിക്ക് യോഗ്യനല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. लेकिन वही प्रभु यहाँ कहते हैं कि जो उस माँ बाप को भी मुझसे ज्यादा तुम प्रिय मानेगा,
तो तुम मेरे लिए योग्य അപ്പോൾ നാം ആരെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്? और तब हम ज्यादा किसको प्यार करेंगे? നമ്മുടെ അപ്പനെ അമ്മയെ സ്നേഹിക്കരുതെന്ന് പറയുവാൻ കഴിയുമോ? क्या हम अपना माँ बाप को प्यार नहीं करें, ऐसा है? അത് തെറ്റാണോ? क्या वो गलत है? എന്താണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്? तो वचन क्या बताते हैं? നമ്മുടെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കണോ, മാതാപിതാക്കളെ കൂടുതൽ സ്നേഹിക്കണോ? तो हम अपना माँ बाप को ज्यादा प्यार करना है और प्रभु को प्यार करना ദൈവവചനം ഒരിക്കലും മാതാപിതാക്കളെ സ്നേഹിക്കരുതെന്ന് പഠിപ്പിക്കുന്നില്ല കേട്ടോ. है। तो परमेश्वर का वचन कभी ऐसा नहीं सिखाते कि माँ बाप को प्यार मत करो, എന്നാൽ ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. लेकिन परमेश्वर का वचन कहते हैं प्रभु से अधिक उसको प्यार नहीं करना। നാം ദൈവത്തെയാണ് അധികം സ്നേഹിക്കേണ്ടത്. तो हम अधिक किसको प्यार करना है? हमारा प्रभु को प्यार करना है। നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ അധികം നാം ദൈവത്തെ സ്നേഹിക്കണം. हमारा बच्चों से भी अधिक हम प्रभु को प्यार करना है। നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തെക്കാൾ കൂടുതൽ ബൈബിൾ ക്ലാസ്സിന് നാം പ്രാധാന്യം നൽകണം. हमारा बच्चों का स्कूल का पढ़ाई से भी अधिक संडे स्कूल को बच्चों को भेजने में हम प्रिय मानना। ഈ ഗാവിലെ രീതി എനിക്ക് അറിയില്ല കേട്ടോ. इस गांव का कैसा है मुझे पता नहीं है, എന്നാൽ മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ ദൈവമക്കളെ, അവിടെ കാണുന്ന കാര്യമെന്ന് പറയുന്നത്, സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്നാൽ 4 മണിക്ക് ട്യൂഷന് വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ട് ഓടുന്ന മാതാപിതാക്കളെയാണ് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. जो गांव का मुझे पता नहीं, लेकिन मैं रहता हूँ एक मेट्रो सिटी में रहते, वहां पर बच्चे लोग स्कूल से 4 बजे घर पे आएगा, तुरंत उनको लेके माँ बाप ट्यूशन के लिए भागते हैं। മീറ്റിങ്ങിന് അവർക്ക് വരുവാൻ സമയമില്ല. और उनको मीटिंग में आने के लिए बिल्कुल टाइम नहीं। അവർക്ക് പരീക്ഷയുള്ള സമയം അവർ മീറ്റിങ്ങിന് എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ പഠിക്കുകയാണ് എന്ന് പറയും. और जब आप बच्चे लोग मीटिंग में नहीं आते तो उनसे सवाल करते हैं, बच्चे लोग क्यों नहीं आया? पूछते तो बोलते हैं उनका परीक्षा है, पढ़ाई कर रहे हैं। അത് മാതാപിതാക്കളുടെ കുറ്റമാണ്. वो माँ बाप का गलत है। മാതാപിതാക്കൾ അവരെ കർത്താവിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ ദൈവഭാഗത്തിലേക്ക്, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക്, मीटिंग അവരെ കൊണ്ടുവരുന്ന ചുമതല മാതാപിതാക്കളുടേതാണ്. तो ये माँ बाप का गलत है। अगर आप अपना बच्चों को आत्मिक जीवन में बढ़ाना चाहते हैं, प्रभु में बढ़ाना चाहते हैं, तो उनको आप कैसे भी मीटिंग में लेके आना आपका कर्तव्य है। അങ്ങനെ ചെയ്യാതെ ആ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വഷളാക്കി കളഞ്ഞാല് അതിന്റെ കുറ്റം അവരുടെ തലമേലിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും. अगर आप ऐसा नहीं करते, अपना बच्चों को अपनी मर्जी में छोड़ देते हैं, तो वो बच्चों का बच्चा गलत मार्ग में जाने का गुना माँ बाप के सिर के ऊपर आएगा। നമുക്ക് ഇതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ വായിക്കാം. एक और पद हम इसके बारे में पढ़ेंगे। ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം लूका की सुसमाचार 9वां अध्याय 23-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാം. और उसका 23वां पद कोई पढ़िए। ലൂക്കോസ് 9:23. उसने सबसे कहा, यदि कोई मेरे पीछे आना चाहे तो अपने आप से इनकार करे और प्रतिदिन अपना क्रूस उठाए हुए मेरे पीछे हो ले। മതി. അവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. वहां एक बात आप ध्यान दें। നാം ആദ്യം ചിന്തിച്ച അതേ വാക്യം തന്നെയാണ്, എങ്കിലും ഒരു വാക്ക് കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. और हमने यह जो पहले जो वजन के बारे में बात कर रहा था, सेम बात यहाँ है, लेकिन एक्स्ट्रा एक बात यहाँ पर बताया। എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. और यहाँ पर कहते हैं कि प्रतिदिन अपना क्रूस उठाते हुए मेरे ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിൽ, ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ നാടോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദൈവത്തെ അനുഗമിക്കണം. एक मसीही विश्वासी, एक मसीही शिष्य अपना जीवन में प्रतिदिन अपना क्रूस उठा के प्रभु। ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? क्या आपको ये बात तो समझ में आ रही है? നമ്മുടെ ജീവിതത്തിൽ ക്രൂശ് ഒഴിഞ്ഞിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഒരു സമയം നമുക്ക് ലഭിക്കുകയില്ല. कहने का मतलब है कि हमारा जीवन में क्रूस बिना कोई भी दिन नहीं होगा कि हम प्रभु को प्यार करें। ക്രൂശ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. क्रूस क्या है हमको समझ में आ गया। കഷ്ടതയാണ്, वो दुख को दिखाते हैं അത് വേദനയുടെ ചിഹ്നമാണ്, और वो दर्द का चिन्ह है, അത് പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒരു ചിഹ്നമായി कष्ट और पीड़ा की चिन्ह है, ശാപത്തിന്റെ ചിഹ്നമാണ്. और वो श्राप का चिन्ह है। എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. लेकिन ये हमारा जीवन में प्रतिदिन ऐसे अनुभव हो सकता है। കഷ്ടതയില്ലാത്ത എത്ര പേര് ഇരിപ്പുണ്ട്? यहाँ बैठे हुए कितने लोग अभी तक कष्ट का अनुभव से नहीं गुजरा? ऐसा कोई
അങ്ങനെയുള്ളവരെ കൈകൊട്ടാമോ? कोई ഒരു കഷ്ടവും സഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? जीवन में कष्ट अनुभव नहीं किया ऐसा कोई है इधर? ലോകത്തിൽ അങ്ങനെ ഒരു മനുഷ്യൻ കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. मैं ऐसा नहीं सोचता कि दुनिया में कोई भी व्यक्ति ऐसा नहीं होगा। അംബാനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അംബാനിക്കും കഷ്ടങ്ങളുണ്ടെന്ന് പറയും. हाँ, अंबानी से पूछा तो अंबानी को भी कष्ट का कई बात बोलने दी। അംബാനി പറയും, ഞാൻ ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു പണക്കാരനാവാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല, അതിന്റെ ഒരു വിഷമം എനിക്കുണ്ടെന്ന് പറയും. हाँ, वो उसको पूछा तो वो बोलेगा मैं तो इंडिया का पहला धनी है लेकिन दुनिया का पहला धनी नहीं बन पाया। എനിക്ക് അഡാനിയെക്കാളും മുമ്പോട്ട് പോകുവാൻ കൊണ്ട് കഴിഞ്ഞില്ലെന്ന് ചിലപ്പോ പറഞ്ഞില്ല. हाँ, वो शायद तो बोलेगा अडानी से भी बढ़कर जाने के लिए इच्छा है। അതിനുള്ള മാർഗം തേടിയുള്ള ഓട്ടമാണ് താനൊക്കെ ചെയ്യുന്നത്. और वो पाने के लिए वो बहुत कष्ट उठा के भाग रहे अभी भी। അവരുടെ ജീവിതത്തിൽ ഉറങ്ങുവാനുള്ള സമയമില്ല. हाँ, उनका जीवन में सोने के लिए टाइम नहीं मिलता है। എന്ന് പറഞ്ഞതുപോലെ രോഗമില്ലാത്ത ആരെങ്കിലും ഇന്ന് ലോകത്തിലുണ്ടോ? ऐसी प्रकार बीमारी बिना कोई है क्या आज ഈ दुनिया में? പണമുള്ളവരിലൊക്കെ ചോദിക്കുന്നത് എന്താണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, എന്റെ പൊന്ന് കുഞ്ഞുങ്ങളെ, എന്റെ എല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് കഴിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന കാര്യം കേൾക്കുവാൻ अरे जो ये धनी लोगों से पूछो आप क्या खा रहे पूछे तो वो बोलेगा मेरे पास खाने के लिए सब कुछ है लेकिन खाने को नहीं होते। ഇന്ന് ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ്. दुनिया ऐसा ही चल रहे हैं। നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദൈവത്തെ അനുഭവിക്കുന്നത്. प्यारो, हमारा मसीही जीवन में दिन प्रतिदिन अपना क्रूस उठा के हम उसका पीछे। ഡൽഹിയിൽ എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. दिल्ली में मेरा एक दोस्त था। ഒരു 10-15 വർഷം മുമ്പ് ഞങ്ങൾ വളരെ ഫ്രണ്ട്ഷിപ്പിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 10-15 साल पहले हम बहुत करीब दोस्ती से अपना जीवन। അന്യജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ओ विश्वासी नहीं था, विश्वासी थे। ആ വ്യക്തിയോട് സുവിശേഷം പറയും. हाँ, उनको मैं सुसमाचार बोलता था। ആ വ്യക്തി ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണ്. हाँ, वो बाइबल भी पढ़ता था वो, പല കാര്യങ്ങളും ബൈബിളിൽ നിന്ന് അറിയാം. और काफी बातें वो बाइबल से उसको मालूम है। അതുകൊണ്ട് തനിക്ക് തെറ്റാ എന്താണ് ശരി എന്താണെന്ന് നല്ലവർക്ക് അറിയാം. और इसलिए उसको गलत क्या है सही क्या है वो अच्छे से जानते हैं। അപ്പോൾ ഞാൻ പറയും, പ്രിയ ജയകൃഷ്ണ, നീ കർത്താവിനെ അറിയണം എന്ന് പറയും. हाँ, मैं उनको कहते हैं जय कृष्ण, तो यीशु मसीह को जानना है। അപ്പോൾ എന്നോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. वो मेरे से ऐसा एक जवाब देते हैं। താനൊരു പ്രോപ്പർട്ടി ഡീലറാണ്. वो रियल एस्टेट का काम करने वाला आदमी है। താനൊന്ന് നല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. हाँ, बहुत अच्छे बिजनेस करने वाला व्यक्ति। അപ്പൊ എനിക്ക് പറയും, സാവിച്ചേട്ടാ, ഒരു കുറച്ച് വർഷങ്ങളോട് കഴിഞ്ഞോട്ടെ, ഞാൻ കുറച്ച് പൈസയും കൂടെ ഉണ്ടാക്കിക്കോട്ടെ, എന്നിട്ട് സാവിച്ചേട്ടൻ പറയണ്ട, ഞാൻ സാവിച്ചേട്ടന് മുമ്പിൽ വന്നിരിക്കും, ഞാൻ വന്നു എന്ന് കർത്താവിനെ ഏറ്റു പറഞ്ഞോളാം എന്ന് പറയും. आरो ऐसा कहते हैं मैं थोड़ा और पैसा कमाने दो, और थोड़ा पैसा कमाने के बाद आप कुछ बोलने की जरूरत नहीं पड़ेगा, मैं आपका सामने आकर बैठकर ये सब मानूंगा। ഞാൻ ചോദിച്ചു, നിന്റെ ജീവിതത്തിൽ അത് നടക്കില്ല. मैंने उसको बोला ये तुम्हारा जिंदगी में होने वाला नहीं है। കാരണം നീ 50 ലക്ഷം ഉണ്ടാക്കുമ്പോൾ നിനക്ക് 1 കോടി ഉണ്ടാക്കണമെന്നുള്ള ആർത്തി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. हाँ, कहेंगे तो जब तेरे पास 50 लाख हो जाएगा तो तेरे अंदर विचार आएगा 1 करोड़ कमाना है। ഇന്ന് 15 വർഷം മുന്നോട്ട് പോയി. हाँ, अभी 15 साल हो गया है। ഇന്ന് വരെയും തനിക്ക് ആ പറഞ്ഞ തന്റെ കാര്യങ്ങൾക്കൊരു समाप्ति വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. इतना साल होने के बावजूद भी आज तक वो जैसा बोला था वैसा कर नहीं पाया। ഇപ്പൊ പഴയതുപോലുള്ള ഫ്രണ്ട്ഷിപ്പും ഇല്ല. हाँ, अब पहले का जैसा हमारा दोस्ती भी नहीं है। പണ്ട് ഓടുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് താൻ പണത്തിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുക. जो पहले वो धन का पीछे जितना दौड़ता था उससे ज्यादा आज वो दौड़ रहे हैं। എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ട് നാം കർത്താവിനെ പിന്തുടരുവാൻ നാം ഇച്ഛിക്കുന്നെങ്കിൽ അത് സാധ്യമല്ല. तो प्यारो, हम अपना सारी बातों को सही करके उसके बाद प्रभु का पीछा करेगा सोचते हैं तो ये कभी नहीं हो सकता। അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ആരെങ്കിലും ഇച്ഛിച്ചാൽ തന്റെ ക്രൂശ് പ്രതിദിനം എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുവാൻ കാരണം. इसलिए प्रभु यीशु मसीह ने कहा यदि कोई मेरा पीछा होना चाहते हैं तो प्रतिदिन अपना क्रूस उठा के मेरा पीछे बोले। ദൈവം നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमें मदद करे। നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ക്രിസ്തുവിന് പ്രഥമമായിരിക്കുന്ന സ്ഥാനം കൊടുത്തുകൊണ്ട് ആ എല്ലാത്തിനും ആ രണ്ടാമത്തെ സ്ഥാനമാണ് ഈ ലോകത്തിൽ നമുക്ക് കൊടുക്കേണ്ടത്. ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കാം. हाँ, तो प्यारो, हमारा जीवन में सबसे प्रथम स्थान हमारा प्रभु को हम देंगे, बाकी सारे वस्तुओं को हम दूसरा स्थान में रखते हुए अपने जीवन को बिताएं। രണ്ടാമതായിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു കാര്യം ചിന്തിക്കുവാൻ കഴിയുന്നത്, താൻ തന്റെ ജീവിതത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ പറ്റും. तो हमने देखते हैं कि यीशु मसीह अपना जीवन में हर बातों में वो विश्वास योग्य था। നാം അതാണല്ലോ
എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിച്ചത്, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. तो इब्रानियों का पत्र 3 अध्याय का 2 पद से हमने पढ़ा था, जिस प्रकार मूसा ने परमेश्वर का भवन में विश्वास योग्य था, वैसा यीशु मसीह भी हर बातों में परमेश्वर ने उसको जो नियुक्त किया सब में वो विश्वास योग्य था। എന്റെ പ്രിയ ദൈവമക്കളെ, നമുക്ക് പിന്തുടരുവാനൊരു കാൽച്ചുവട്, ആ കർത്താവിന്റെ കാൽച്ചുവട് നമുക്ക് വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പോൾ അതിൽ നാം കാണേണ്ടുന്ന ഒന്നാണ് കർത്താവിന്റെ വിശ്വസ്തത. हाँ तो प्यारो, हम उसका पद चिन्हों पर चलने के लिए जब निर्णय लेते हैं, प्रभु का विश्वास योग्यता को हम बहुत ध्यान देना है। നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വസ്തതയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. हमारा मसीही जीवन में हम विश्वास योग्य बिना अपना जीवन हम बिता नहीं सकता है। നമ്മുടെ സഭയോട് ഒരു വിശ്വസ്തത ഉണ്ടായിരിക്കണം. हमारा कलीसिया के संबंध में हमें एक विश्वास योग्य ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തത ആചരിക്കേണ്ടതാണ്. पति पत्नी से विश्वास योग्यता के साथ जीना है। ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തേണ്ടത് ആവശ്യമാണ്. और पति पत्नी से भी विश्वास योग्यता के साथ जीना है। അന്യോന്യം സഹോദരങ്ങൾ വിശ്വസ്തരായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. और हर भाई बहन आपस में विश्वास योग्य रहना है। എല്ലാത്തിനുപരിയായി നമ്മൾ കർത്താവിനോട് നാം വിശ്വസ്തത പുലർത്തേണ്ടത്. इन सबसे बढ़कर हम परमेश्वर से विश्वास योग्यता മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നമുക്ക് വിശ്വസ്ത ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. दूसरों के लिए प्रार्थना करने में हम विश्वास योग्य हैं। മറ്റുള്ളവരെ കരുതുന്ന കാര്യത്തിൽ നമുക്ക് വിശ്വസ്ത ഉണ്ടാകേണ്ടത്. दूसरों के बारे में चिंता करने में हम विश्वास योग्य हैं। അങ്ങനെ നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ തലങ്ങളിലും വിശ്വസ്തയോടുകൂടെ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. तो ऐसा हमारा जीवन का हर क्षेत्र में हम विश्वास योग्यता के साथ जीना। ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, തന്നെ നിയമിച്ചാക്കിയ എല്ലാ കാര്യങ്ങളിലും ഭവനത്തിലൊക്കെയും മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് നാം വായിക്കുന്നു. और यहाँ पर हमने देखा है परमेश्वर ने उसको किन के बातों में नियुक्त किया, उन सारे बातों में वो परमेश्वर के लिए विश्वास। അതുപോലെ യേശു തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു എന്നാണ് കാണുവാൻ. तो वैसा हमारा प्रभु यीशु मसीह भी विश्वास योग्य था। നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ जीवन കഴിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. हम परमेश्वर की उपस्थिति में विश्वास योग्यता के साथ जीने में प्रभु എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. एफेसियों के पत्र 5:1-2 വാക്യങ്ങൾ വായിക്കാം. 5 अध्याय का पहला और दूसरा पद। ആകയാൽ പ്രിയമക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന്റെ സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. जैसे प्रभु यीशु मसीह ने उसको नियुक्त किया वो परमेश्वर के लिए अपने आप समर्पित और एक बलिदान की समान जीवन बिताया, वैसा हम भी जीना है। ഇവിടെ ഈ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. मैं इस बात को भी बताकर समाप्त करना। ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. और इसलिए हम प्रिय बालकों के समान परमेश्वर का अनुकरण कर, കർത്താവിനെ അനുഗമിക്കുവാൻ, ദൈവത്തെ അനുകരിപ്പാൻ നല്ല ഒരു പാത നമ്മുടെ മുന്നിലുണ്ട്. और तो प्रभु को हम पीछा करने के लिए एक अच्छा एक दृष्टांत हमारा ഈ सामने। കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ പേരാണ് മുന്നിൽ വരുന്നത്. इन सारे बात जो बताते हैं उसका सबसे पहले मसीह का नाम आता है। എങ്ങനെയാണ് ക്രിസ്തു ദൈവത്തെ അനുകരിച്ചത്? कैसे प्रभु मसीह ने परमेश्वर का अनुकरण किया, അതുപോലെ തന്നെ ക്രിസ്തുവിനെ നാമും പ്രിയമക്കൾ എന്ന പോലെ അനുകരിക്കണം. हम भी वैसे उसका प्रिय बालक के समान उसका अनुकरण करें। 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, दूसरा पद में हम पढ़ते हैं, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, मसीह भी तुम्हें प्रेम किया, നിങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി अर्पितതുപോലെ तुम्हारे लिए अपने आप को सुखदायक सुगंध के लिए परमेश्वर के आगे भेड़ करके बलिदान कर दिया। അതുപോലെ സ്നേഹത്തിൽ നടപ്പി. तो वैसा प्रेम से चल। നമുക്കറിയാം പഴയ നിയമത്തിൽ നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായിരിക്കുന്ന വഴിപാട് എങ്ങനെയാണ് അർപ്പിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. पुराना नियम में परमेश्वर के लिए सुगंधित बलिदान कैसा चढ़ाते हैं उसका बारे में हम देखते हैं। ആ വിഷയത്തിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. और उसमें जाने के लिए नहीं चाहता है। വഴിപാട് അർപ്പിക്കുന്നത് ഏത് വസ്തുവായിരുന്നാലും അത് വിശുദ്ധമായിരിക്കണം, അല്ലെങ്കിൽ അത് വളരെ ശുദ്ധിയുള്ളതായിരിക്കണം, നല്ലതായിരിക്കണമെന്ന്
കാണുന്നു. हम ऐसा देखते हैं कोई भी वस्तु जो वो बलि चढ़ाते हैं वो पवित्र होना चाहिए और उसमें कोई भी कमी नहीं होना चाहिए അതിനകത്ത് യാതൊരു കുറ്റവും കാണുവാൻ പാടുള്ളതല്ല. और उसमें कुछ भी कमी पाना नहीं चाहिए. അങ്ങനെയെങ്കിൽ മാത്രമേ അത് ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടായിട്ട് സ്വീകരിക്കുവാൻ കഴിയുള്ളൂ. ऐसे वस्तु को बलि चढ़ाएगा तभी परमेश्वर उसको सुगंधित रूप में स्वीकार करेगा. അങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. वैसे हमारा प्रभु यीशु मसीह हमारे लिए बलिदान. എന്നാൽ ദൈവമക്കളെ ഇന്ന് നാം എങ്ങനെയായിരിക്കണം എന്നുള്ളത് റോമാലേഖനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. तो प्यारो हम कैसा होना है उसका बारे में रोमियों का पत्री में कहते हैं. നമുക്ക് എങ്ങനെ ദൈവത്തിന് സുഗ്രാഹ്യമായിരിക്കുന്ന വഴിപാടും യാഗവുമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കൊണ്ട് കഴിയും. यीशु मसीह के समान किस प्रकार हम सुगंधित बलिदान के रूप में हम अपने आप को दे सकते हैं उसका बारे में रोमियों का पत्र में पढ़ते हैं. 12 അവസാനം തൊട്ട് 2 വാക്യം നാം വായിക്കുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പീനെന്ന് നാം വായിക്കുന്നു. 12 अध्याय का पहला पद का लास्ट और दूसरा पद में हम पढ़ते हैं अपने शरीर को जीवित और पवित्र और परमेश्वर के भावता हुआ बलिदान करके चढ़ाओ यही तुम्हारा आत्मिक सेवा है. നമ്മുടെ ജീവിതത്തിൽ ജീവൻ ഉണ്ടായിരിക്കണം. ഒന്ന് वो हमारा उस बलिदान में जीवन होना चाहिए. 2 വിശുദ്ധി ഉള്ള ഒരു ബലിയായിരിക്കും. पवित्र होना चाहिए. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവം അത് പ്രസാദിക്കുകയുള്ളൂ. ऐसा है तो ये परमेश्वर उसको स्वीकार करेगा. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുക. और परमेश्वर को भावता हुआ बलिदान के रूप में चढ़ाए. രണ്ടാമത്തെ വാക്യത്തിൽ നാം എങ്ങനെ ജീവിക്കരുത് എന്ന് നാം വായിക്കുന്നു. दूसरा पद में हम कैसा नहीं करना उसका बारे में ഈ बताया. ലോകത്തിന് അനുരൂപമാകരുത്. इस संसार के सदृश ना बनो. ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന നിലയിൽ ജീവിക്കണം. परमेश्वर को प्रसन्न होने वाला जिंदगी बिताना. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. और हम वहां पर पढ़ते हैं और 2 ലാസ്റ്റ് वहां हम पढ़ते हैं कि परमेश्वर की भली और भावती और सिद्ध इच्छा अनुभव से मालूम करते रहो. എന്റെ പ്രിയ ദൈവമക്കളെ, ഈ നിലയിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിച്ച് ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ അനുകാരികളായിട്ട് അവന്റെ ഒരു നല്ല എക്സാമ്പിൾ ആയിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. प्यारो इसी प्रकार हम प्रभु यीशु मसीह को हमारा दृष्टांत बनाकर हम परमेश्वर को प्रसन्न होने वाले एक बलिदान का जीवन को बिताए. ദൈവത്തിന്റെ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് നാം എഫേസ് ലേഖനത്തിൽ വായിക്കുവാൻ ഇടയായി. परमेश्वर का प्रेम के बारे में एफेसियों की पत्री में देखा. അതിന്റെ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം അത് വായിക്കുവാൻ നമുക്ക് ഇടയായി. और उसका 5वां अध्याय का दूसरा पद में हम उसके बारे में पढ़ाई किया. നിങ്ങൾക്ക് ദൈവത്തിന്റെ സൗരഭ്യവാസനയായി വഴിപാട് യാഗമായി अर्पितതുപോലെ സ്നേഹത്തിൽ നടപ്പി. और जिस प्रकार यीशु मसीह ने परमेश्वर को भावता हुआ सुखदायक का बलिदान के रूप में अर्पित किया वैसा प्रेम में तुम चलो. ദൈവ സ്നേഹത്തിൽ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നാം നടക്കണം. परमेश्वर का प्रेम से हम चलना. അന്യോന്യ സ്നേഹമുള്ളവരായിട്ട് നടക്കണം. हम आपस में प्रेम में चलना. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരും. ऐसा है तो हमारा मसीही जीवन धन्य बनेगा. 1 യോഹന്നാൻ 3:16 നാം വായിക്കുന്നതാണ്. पहला യോഹന്നാൻ 3:16 में हम क्या ആ വാക്യം കൂടെ വായിച്ച് ഞാൻ എന്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുക. उस वचन को भी पढ़ के मैं संदेश को समाप्त करना चाहता हूँ. അവൻ നമുക്ക് വേണ്ടി തന്നെ പ്രാണനെ വെച്ച് കൊടുത്തതാൽ നാം ആ സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. हमने प्रेम इसी से जाना कि उसने हमारे लिए अपने प्राण दे दिया और हमें भी भाइयों के लिए प्राण देना चाहिए. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്ത സ്നേഹമാണ്. प्रभु यीशु मसीह का प्रेम वो है जो हमारे लिए अपने प्राण को दे दिया. ദൈവമക്കളെ, അതിലും വലിയ സ്നേഹം ഇന്ന് ലോകത്തിലൊന്നും കാണുവാൻ प्यारो उससे बढ़कर कोई प्रेम संसार में हम देख नहीं सकता. ഒരു മാതാവും കുഞ്ഞുമുള്ള സ്നേഹം അത് ലോകപരമായിട്ട് ഏറ്റവും വലിയ സ്നേഹമായിട്ടാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. एक मादा और बच्चा के बीच में जो प्रेम होते हैं वो दुनिया का सबसे बड़ा प्रेम है. എന്നാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. लेकिन उसको एक सीमा रहते हैं. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന് യാതൊരു പരിധിയുമില്ല. तो परमेश्वर का प्रेम को कोई सीमा नहीं है. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് മനുഷ്യരെ സ്നേഹിച്ച് അന്യോന്യം സ്നേഹിച്ച് കർത്താവിന് നമുക്ക് ഒരു നല്ല എക്സാമ്പിളായിട്ട് കർത്താവിന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ തന്റെ ക്രൂശ് എടുത്ത് നാൾതോറും
തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ പിൻചൊല്ലുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. तो हम आने वाले दिनों में जैसे प्रभु ने हमें बताया वैसा दिन प्रतिदिन अपना क्रूस उठाते हुए प्रभु ने रखा हुआ उस दृष्टांत पर हमारा दृष्टि लगाकर ध्यान उसके ऊपर लगाते हुए परमेश्वर को भागता हुआ उसको प्रसन्न होने वाला एक जीवन को बिताने के लिए प्रभु हमें सहाय നമ്മുടെ करे। ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കാം. हमारा मन में हम एक निर्णय को ले लेंगे। കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നല്ലൊരു മാതൃകയാണ് വെച്ചേച്ചു यीशु പോയിരിക്കുന്നത്. मसीह ने हमारे लिए एक अच्छा दृष्टांत रख के गया है। ഇതുപോലെ മാതൃകയാക്കാൻ കൊള്ളാവുന്ന വേറെ ലോകത്തിൽ ഒരു വ്യക്തിയെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം और इस प्रकार हम अनुकरण करने के लिए एक दृष्टांत रखा हुआ और किसी को हम देख नहीं सकता दुनिया में। ഒരു ദേവന്മാരെയും ദൈവമാരെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം कोई भी देवी देवता हो उसको हम ऐसा दृष्टांत के साथ देख അവരെയൊക്കെ നാം അനുകരിച്ചാൽ നാം ജയിലിൽ പോയി കിടക്കേണ്ടതായിട്ട് വരും. और उस देवी देवता को अगर हम अनुकरण करेगा तो जेल में जाकर पड़ा रहना पड़ेगा। എന്നാൽ ക്രിസ്തുവിനെ നാം അനുകരിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരും. तो लेकिन यीशु मसीह को यदि हम अपना जीवन में दृष्टांत बनाएगा तो हमारा जिंदगी धन्य बनेगा। ആ കർത്താവിലേക്ക് നമുക്ക് നോക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. और उस प्रभु यीशु मसीह पर हमारा नजर दृष्टि लगाने में प्रभु ഇബ്രാഹിം 3:1 പറഞ്ഞതുപോലെ ആ ക്രിസ്തുവിനെ നമുക്ക് സൂക്ഷിച്ചു നോക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. इब्रानियों का पत्र 3 अध्याय का पहला पद में जैसे हमने पढ़ा वैसे उस मसीह पर अपना ध्यान हम लगाएं। അവരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പല നല്ല ഗുണങ്ങൾ കർത്താവിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. अगर हम उसको गौर से देखेगा उसमें अच्छे कई गुण हमको देखना मिलेगा। അതിൽ ഒരു പാപമോ ഒരു വിധമായിരിക്കുന്ന കുറ്റമോ കാണുവാൻ തക്കവണ്ണം സാധ്യമല്ല. और उसमें हम कोई कलंक या कोई पाप उसमें हम पा नहीं सकते। നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിനെ 6 പരീക്ഷിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം हमें കഴിയും. मालूम है यीशु मसीह को 6 जगह पर परीक्षा किया था 5 കോടതിയിൽ 6 സ്ഥലത്ത് വിസ്തരിച്ചതായിട്ട് നാം തിരുവനന്തപുരത്തിൽ और വായിക്കും. 5 न्यायालय में 6 बार उसको न्याय विस्तार किया അവിടെയൊന്നും അവരിൽ ഒരു ദോഷവും കണ്ടെത്തുവാൻ ആർക്കും സാധിച്ചു. और उन सभी कोई भी जगह पर उस पर कोई दोष पा नहीं पाया। അവസാനം അവന്റെ ക്രൂശിന്റെ അരികിൽ നിന്ന് ആ ന്യായാധിപൻ അല്ലെങ്കിൽ ശതാധിപൻ പറഞ്ഞതിൽ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനെന്ന് സാക്ഷ്യം പറയുവാനിടയായി. और उस यीशु मसीह का क्रूस के पास अंतिम में खड़ा हुआ एक सूबेदार ने ऐसे बताया ये सच में धर्मी है परमेश्वर का संतान है। ദൈവത്തിന്റെ പുത്രനായിരുന്നുവെന്ന് സാക്ഷ്യം പറയുവാൻ और गवाह दे रहे कि ये सच में परमेश्वर का पुत्र है। ദൈവമക്കളെ അവനിൽ യാതൊരു കളങ്കവും നമുക്ക് കാണുവാൻ കഴിയും. प्यारे भाई और बहनों उसमें हम कोई कलंक नहीं നമ്മുടെ पाते। ക്രിസ്തീയ ജീവിതത്തിൽ ആ നല്ലവനായിരിക്കുന്ന ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് മാതൃകയായിക്കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ വചനങ്ങൾ നമ്മെ ഇടയാക്കുമാറാകട്ടെ. നൽകി തന്ന സമയത്തിനായി സ്തോത്രം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തുന്നു. और उस अच्छे प्रभु यीशु मसीह को अपना दृष्टांत बनाते हुए हम एक अच्छी मसीही जीवन बिताकर आशीष पाने के लिए प्रभु हम सबको सहायता करे, मदद करे। इस समय के लिए प्रभु को धन्यवाद देता हूँ। प्रभु आप सभी को आशीष दे। प्रभु